കഴിഞ്ഞുപോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തിരഞ്ഞെടുപ്പെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു. മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പ്രചരിപ്പിച്ചു. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചത് താമരത്താങ്ങിലാണ്. തോൽവിയുടെ കാരണമെന്ന് പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കല്യാശ്ശേരിയിൽ സംഘടിപ്പിച്ച 9R അനുസ്മരണ സമ്മേളന വേദിയിൽ KK രാഗേഷ് പറഞ്ഞു. UDF ഏതെങ്കിലും വിധത്തിൽ തോക്കാനടിയുണ്ടെങ്കിൽ ആ തോക്കുന്നത് തടയാൻ വോട്ട് മാറ്റി ചെയ്യുക. ഈ കണ്ണൂർ ജില്ലയിലുണ്ട് അനുഭവം. തോക്കുന്ന കാണുമ്പോൾ തോക്കാതിരിക്കാൻ വേണ്ടി ഒരു കൈത്താങ് എന്നല്ല പറയുക, താമരത്താങ്. പേരാവൂരിൽ താമരത്താങ്, പയ്യന്നൂരിൽ താമരത്താങ്, എന്നാൽ നേമത്ത് കൈത്താങ്. കോൺഗ്രസ് വോട്ട് മാറ്റി ചെയ്തു. സ്ട്രാറ്റജിക് വോട്ടിംഗ് ഈ കേരളത്തിലുടനീളം നടന്നു. വർഗീയതയുടെ ഐക്യപ്പെടൽ അപകടകരമായ പ്രവണതയാണ് കേരളത്തിൽ കാണുന്നത്. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിലെ, പാർട്ടിയുടെ പരാജയത്തിനുള്ള കാരണം അണികൾ ആ സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് KK രാഗേഷിന്റെ ചുമലിലാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളും പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഒക്കെയും വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് KK രാഗേഷ് എങ്ങനെ പരാജയപ്പെട്ടു പാർട്ടി എന്നതിന് ഒരു വിശദീകരണം കണക്കെയുള്ള പ്രതികരണം, അല്ലേ? സേതു, ഏതായാലും ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയത തിമിർത്താടി എന്നതാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് പറയുന്നത്. ഇന്നലെ കല്യാശ്ശേരിയിൽ നടന്ന EK നായനാർ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. ആ വാക്കുകൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ കേൾപ്പിച്ചതിൽ ആ വാക്കുകളില്ല എങ്കിൽ പോലും കഴിഞ്ഞുപോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പാണെന്നാണ് KK രാഗേഷ് ശരിക്കും ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിശദീകരണം ഈ പരാജയത്തിന് ശേഷം CPIMന്റെ നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യാൻ ആളുകളോട് പറഞ്ഞു. മതവും പള്ളിയും നോക്കിയേ വോട്ട് ചെയ്യാവൂ എന്ന് പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് KK രാഗേഷ് ഇന്നലത്തെ ആ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുന്നത്. അതിനൊപ്പം ചേർത്ത് വെച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് വോട്ടിംഗ് ആയിരുന്നു. അതായത് കോൺഗ്രസ് എവിടെയെങ്കിലും പരാജയപ്പെടുമെന്ന് കണ്ടാൽ അല്ലെങ്കിൽ LDF എവിടെയെങ്കിലും ജയിച്ചു പോകുമെന്ന് കണ്ടാൽ അവിടെ BJP കോൺഗ്രസിനെ സഹായിക്കുക എന്നൊരു നിലപാട്, അത്തരമൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരമാണ് പേരാവൂരിലും പയ്യന്നൂരിലുമൊക്കെ UDF വിജയിച്ചത് എന്നുള്ളതാണ് KK രാഗേഷ് പറയുന്നത്. ആ വിശദീകരണത്തെയാണ് ഒരുപക്ഷെ ഇപ്പോൾ CPIMന്റെ വിവിധ നേതൃയോഗങ്ങളിൽ ഇത്തരത്തിൽ CPM നേതൃത്വത്തിനെതിരെ വരുന്ന വിമർശനങ്ങളുമായി ചേർത്ത് പറയേണ്ടത്. ഒപ്പം KK രാഗേഷ് ഒരു സൂചന കൂടി അക്കാര്യത്തിൽ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെടുത്തി. കാരണം തോൽവിയുടെ പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വർഗീയ ഇടപെടൽ നടന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് KK രാഗേഷ് ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷ വർഗീയത ഒരു ഭാഗത്ത് ഏകീകരിച്ചപ്പോൾ മറുവശത്ത് ഈ BJPയും RSSും അവരുടെ അജണ്ട കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് BJPക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇടതുപക്ഷത്തെ തകർക്കുക എന്ന BJPയുടെ ലക്ഷ്യത്തിന് സഹായകമാകുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ന്യൂനപക്ഷ ഏകീകരണം. അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു എന്നുകൂടിയാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്.